അസ്സലാമു അലൈക്കും. ഞാൻ അബു റിഫാസ്. നിങ്ങളുടെ പ്രിയപ്പെട്ട ഖൈറു ജാസ്മി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്വം അറിയാത്ത ആരും ഉണ്ടാവില്ലല്ലോ. ചിന്തിച്ചാലും പറഞ്ഞാലും തീരാത്ത ഒട്ടേറെ മഹത്വങ്ങളും ഗുണങ്ങളും ഫാത്തിഹ സൂറത്തിനുണ്ട്. ഉമ്മുൽ ഖുർആൻ എന്ന പേരിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴും സൂറത്തുൽ ഫാത്തിഹയെ പറയാറുള്ളത്. ഫാത്തിഹ സൂറത്തിന് വേറെയും ഒരുപാട് പേരുകളുണ്ട്. അതിൽപ്പെട്ട സൂറത്തു ഷിഫാ, സൂറത്തു റുഖിയ തുടങ്ങിയ പേരുകൾ പറയപ്പെടുന്നത് തന്നെ ചികിത്സാ രംഗത്ത് ഫാത്തിഹ സൂറത്തിൻ്റെ പ്രാധാന്യത്തെ കാണിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സൂറത്തുൽ ഫാത്തിഹയ്ക്ക് തുല്യമായത് തൗറാത്തിലോ ഇഞ്ചീലിലോ സബൂറിലോ ഇനി ഖുർആനിൽ തന്നെയോ അള്ളാഹു വേറെ ഇറക്കിയിട്ടില്ല എന്ന്. 5 നേരത്തെ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം സൂറത്തുൽ ഫാത്തിഹ 20 തവണ ഓതി 5 വക്തിലുമായി 100 പൂർത്തിയാക്കിയാൽ മാനസിക വിഷമങ്ങളൊക്കെ അകന്നുപോകും. ഭക്ഷണ വിശാലത ലഭിക്കും. കുടുംബസമേതം ഇഹപര സന്തോഷത്തിനുള്ള വഴി എളുപ്പമാകും. ഐശ്വര്യ ജീവിതമുണ്ടാകും. ഒരാൾ 313 തവണ സൂറത്തുൽ ഫാത്തിഹ ഓതിയാൽ അവൻ്റെ ആഗ്രഹം അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കും. സൂറത്തുൽ ഫാത്തിഹ ബിസ്മി ചേർത്ത് 41 തവണ ഓതി അസുഖമുള്ളവരെ ഊതിയാൽ ആശ്വാസം കിട്ടും. സുബ്ഹി ബാങ്ക് കൊടുത്ത ഉടനെ സുന്നത്ത് നിസ്കരിക്കുകയും പിന്നെ 41 വട്ടം ബിസ്മി ചേർത്ത് ഫാത്തിഹ ഓതുകയും ഇങ്ങനെ 44 ദിവസം മുടങ്ങാതെ ഓതിയാൽ കുട്ടികളില്ലാത്തവർക്ക് ഫലം കിട്ടും, സന്താന സൗഭാഗ്യമുണ്ടാകും. ഇങ്ങനെ ചെയ്ത് ഫലം കിട്ടി എന്ന് പറയുന്നവർ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. ഒരു 44 ദിവസം കൊണ്ട് ആയിട്ടില്ല എങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിക്കുക. അതുകൊണ്ട് ആയിട്ടില്ല എങ്കിൽ 3ാമതും ആവർത്തിക്കുക. ഇൻഷാ അല്ലാഹ് ഫലമുണ്ടാകും. മുടക്കമില്ലാതെ ഓതണം. ആർത്തവ കാലത്തെ ദിവസങ്ങൾ ഒഴിവാക്കിയാണ് 44 ദിവസം എന്ന് കണക്ക് വെക്കേണ്ടത്. സുബ്ഹി ബാങ്ക് കൊടുത്ത ഉടനെ സുന്നത്ത് നിസ്കരിച്ച് അതിനുശേഷം 41 വട്ടം ഓതിയാൽ മതി. പിന്നെ ഫർള് നിസ്കാരവും നിസ്കരിക്കുക. എല്ലാ ഫർള് നിസ്കാര ശേഷവും ഫാത്തിഹ സൂറത്ത് 7 പ്രാവശ്യം മുടങ്ങാതെ ഓതിക്കൊണ്ടിരുന്നാൽ പല നേട്ടങ്ങളും ജീവിതത്തിലുണ്ടാകും. സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നവർ, വരുമാനം വർദ്ധിക്കാൻ ആഗ്രഹിക്കുന്നവർ എല്ലാ നിസ്കാര ശേഷവും 20 വട്ടം സൂറത്തുൽ ഫാത്തിഹ ഓതുക, ഫലമുണ്ടാകും. സുബ്ഹി നിസ്കാര ശേഷം 125 പ്രാവശ്യം ഓതി വന്നാൽ ആഗ്രഹങ്ങൾ നിറവേറും. സൂറത്തുൽ ഫാത്തിഹയുടെ അക്ഷരസംഖ്യയായ 125 വട്ടം നിത്യേന ഓതിയാൽ അവൻ അള്ളാഹുവിൻ്റെ കാവലിലാകും. ഫാത്തിഹ 5 നേരത്തെ നിസ്കാര ശേഷവും 10 പ്രാവശ്യം വീതം ഓതിയാൽ സിഹിർ മാരണങ്ങൾ അവനെ ഏൽക്കില്ല. ആഗ്രഹ പൂർത്തീകരണത്തിന് സൂറത്തുൽ ഫാത്തിഹ 125 തവണ സുബ്ഹി നിസ്കാരത്തിന് ശേഷം ഓതുക. ഓതുന്നതിൻ്റെ മുമ്പും ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ 100 സ്വലാത്ത് വീതവും ചൊല്ലുക. ഉറപ്പായും ഫലം ലഭിക്കുന്നതാണ്. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേർ ഗർഭധാരണ തടസ്സമായും മറ്റും ഒരുപാട് അസുഖങ്ങളുള്ളവരുണ്ടല്ലോ. വിശ്വാസത്തോടെയും ആത്മാർത്ഥമായിട്ടും സൂറത്തു ഷിഫ എന്ന പേരുള്ള ഫാത്തിഹ കൊണ്ട് ചികിത്സിക്കുക. സൂറത്തുൽ ഫാത്തിഹ 15 പ്രാവശ്യം ഓതി വെള്ളത്തിലോ പാലിലോ മന്ത്രിച്ച് 11 ദിവസം തുടർച്ചയായി കഴിച്ചാൽ ഏത് അസുഖവും മാറും. ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ ഇരിക്കവേ മേൽഭാഗത്തു നിന്നും ശക്തമായൊരു മുഴക്കം കേട്ടപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇത് ആകാശലോകത്ത് ഒരു കവാടം തുറക്കപ്പെട്ടതിൻ്റെ ശബ്ദമാണ്. ഇന്ന് വരെ ആ വാതിൽ തുറക്കപ്പെട്ടിരുന്നില്ല. ആ വാതിലിലൂടെ ഒരു മലക്ക് ഇറങ്ങി വന്നു. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഭൂമി ലോകത്ത് ആദ്യമായാണ് ഈ മലക്ക് വരുന്നത്. ആ മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറഞ്ഞു. ഇങ്ങനെ തുടർന്നു, അവിടത്തേക്ക് നൽകപ്പെട്ട 2 പ്രകാശങ്ങൾ കൊണ്ട് സന്തോഷിക്കുക. അവ മറ്റൊരു പ്രവാചകനും ലഭിച്ചിട്ടില്ല. ഫാത്തിഹയും സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്തുകളുമാണവ. അവ പാരായണം ചെയ്ത് നിങ്ങൾ എന്തു ചോദിച്ചാലും അള്ളാഹു ഉത്തരം നൽകും. ഫാത്തിഹയും സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗവും ഓതി അള്ളാഹുവിനോട് ചോദിക്കുന്ന ഭൗതികവും പാരത്രികവുമായ എല്ലാ ആവശ്യങ്ങളും അള്ളാഹു നിറവേറ്റിക്കൊടുക്കുമെന്ന് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നു. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ സൂറത്തുൽ ഫാത്തിഹ ധാരാളം ഓതുക. ഇൻഷാ അല്ലാഹ് പ്രയാസങ്ങൾ മാറിക്കിട്ടുക തന്നെ ചെയ്യും. ഫാത്തിഹ സൂറത്ത് കൊണ്ട് വിജയിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ എല്ലാം ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഫാത്തിഹ സൂറത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും വിഷമങ്ങളെ അള്ളാഹു മാറ്റിത്തരട്ടെ. നമ്മുടെ ചാനലിൽ കുട്ടികളില്ലാതെ സങ്കടം പറഞ്ഞ എല്ലാവർക്കും അള്ളാഹു മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.